ഉള്ള കളരിപ്പയറ്റിനെ പറ്റി ഡോക്ടർ സുകുമാരൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ടല്ല ഞാൻ കരുതുന്നത്. അത് കളരിപ്പയറ്റിന് ഇവിടെ വന്നു ചേർന്ന അപജയത്തിൻ്റെ ഒരു കാരണം അതായിരിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു എണ്ണം പറഞ്ഞ ഗവേഷകൻ കളരിപ്പയറ്റിനെ പറ്റി എന്തെങ്കിലും 4 വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ കളരിപ്പയറ്റ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇതിൻ്റെ അടുത്തുള്ള ഒരു ഐലൻഡുണ്ട്, തെക്കുംപാട് ഐലൻഡ്. നിങ്ങൾക്കൊക്കെ അറിയാം. തെക്കുംപാട് ഐലൻഡിൽ മാത്രം നടക്കുന്ന 2 പരിപാടികളുണ്ട്. ഒന്ന് ദേവക്കൂത്തും മറ്റത് വിന്തൂർ ഭൂതവും ആണ്. നമ്മുടെ നാടകവേദിയിൽ ഇവിടെയുള്ള തെയ്യത്തിനും മറ്റുള്ള എല്ലാ നാടൻ കലകൾക്കും ഉള്ള ഇൻഫ്ലുവൻസ് ഡോക്ടർ സുകുമാരൻ വളരെ വിശദമായി ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കൂടിയാട്ടത്തെ പോലും അല്ലെങ്കിൽ കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തെ പോലും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാൻ ഇടയുള്ള ദേവക്കൂത്തിനെ പറ്റി അദ്ദേഹം എവിടെയും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. അതുപോലെ തന്നെ വിന്തൂർ ഭൂഹം, പ്രത്യേകിച്ച് വിത്തും മിത്തും എന്ന് പറയുന്ന ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുക ഇപ്പോൾ ഈ വിന്തൂർ ഭൂതത്തെ പറ്റി പറയുമെന്നാണ്. വിന്തൂർ ഭൂതം പ്രത്യക്ഷത്തിൽ കുറച്ചൊരു അശ്ലീല ചുവയുള്ള ഒരു നാടകം പോലെയാണ് തോന്നുക, പൊറാട്ട്. പക്ഷെ ആ പൊറാട്ട് നമ്മുടെ നാടകവേദിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ രംഗവേദി തന്നെ പിൽക്കാലത്ത് തെയ്യം ഒരു നാട് മുഴുവൻ രംഗവേദിയാക്കുന്നത് പോലെ. അതുപോലെ ആ ഉർവരത, ഭൂമിയുടെ ഉർവരത വളരെ വൃത്തിയായി പറയുന്ന ഈ വിന്തൂർ ഭൂതത്തിൻ്റെ ആ ആക്ട് പോലെ, അതിനെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത് അദ്ദേഹം പറയാത്തത് കൊണ്ട് ആ കലകൾക്ക് ഒരു പ്രചാരം ഇല്ലാതെ പോയി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏതായാലും നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ പണ്ഡിതോചിതമായ മറ്റ് പ്രസംഗങ്ങളാണ്. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാനിതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു.